സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമൃതേനെ ചന്ദ്രശേഖരൻ തൻ്റെ കൈകൊണ്ട് തന്നെ ഇല്ലാതാക്കിയിരിക്കുവാണ്. ഈ സമയം അമൃതയുടെ ബോഡിയാണെങ്കിൽ ആറ്റുവാശ്ശേരിയിൽ കണ്ട് ആകെ നടുങ്ങി നിൽക്കുവാണ് ആറ്റുവാശ്ശേരി കുടുംബം മുഴുവനും. അമൃതയുടെ മരണം രാധയ്ക്കും വരുണും ആ കുടുംബത്തിലുള്ള ആർക്കും താങ്ങാനായിട്ട് പറ്റുന്നില്ല. എല്ലാവരുടെയും മനസ്സിൽ വലിയൊരു വേദനയായി മാറിയിരിക്കുവാണ് കേട്ടോ അമൃതയുടെ മരണം. അങ്ങനെ അമൃതയുടെ ആ ബോഡിക്ക് മുമ്പിൽ കണ്ണുനീരോടെ കരഞ്ഞു തളർന്നിരി അവശയായിരിക്കുവാണ് രാധിക. ഈ സമയം മുത്തശ്ശിയും വരുണും എല്ലാവരും രാധിക ആശ്വസിപ്പിച്ച് അരികെ തന്നെയുണ്ട്. അന്നേരം വരുൺ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, സത്യം പറയാലോ, ഞാനും രാധികയും പലതവണ ചോദിക്കും, ഒരു ചെറിയ വഴക്ക് പോലും ഇല്ലാതെ ഇവർ രണ്ടാളും എങ്ങനെയാണ് ഇത്ര സ്നേഹത്തോടെ നിൽക്കുന്നതെന്ന്. ഈ സംശയം ഞങ്ങൾ അവരോട് നേരിട്ടും ചോദിച്ചിട്ടുണ്ട്. അന്നേരം അമൃത മാഡം എന്താ പറഞ്ഞതെന്നറിയോ? ഞാൻ ശ്യാമയെ എൻ്റെ അനിയത്തിയായിട്ടല്ല കാണുന്നത്, ഞാൻ ആരാധിക്കുന്ന ഗായികയായിട്ടാണെന്ന്. ശ്യാമയോടൊപ്പം എന്തിനും ഏതിനും കൂട്ടായിട്ട് നിൽക്കാൻ പറ്റുന്നത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നതെന്ന്. അങ്ങനെയുള്ള ആ മേഡമാണ് ഇപ്പോൾ ഈ അവസ്ഥയിൽ. സഹിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശി എന്നും പറഞ്ഞ് വരുൺ ഒത്തിരി സങ്കടത്തോടെ നിൽക്കുവാണ്. ആ വാക്കുകളെല്ലാം കേട്ട് രാധികയും കൂടുതൽ സങ്കടത്തോടെ കരയുവാണ് കേട്ടോ. പിന്നീട് ബെഞ്ചമിൻ്റെ ആളുകൾ അമൃതയുടെ ബോഡി അവിടെ നിന്ന് മാറ്റാനായിട്ട് അമൃതയെ വെട്ടേറ്റ് വീണ ആ സ്ഥലത്തേക്ക് പോകുവാണ്. എന്നാൽ അവിടെ മുഴുവൻ പരിശോധിച്ചിട്ടും ബോഡി കാണാത്തതുകൊണ്ട് അവരാകെ ടെൻഷനാകുവാണ്. ഉടനെ തന്നെ ആ രാഹുൽ എന്ന് പറയുന്ന ആൾ ചന്ദ്രശേഖരനെ വിളിച്ച് വിവരം അറിയിക്കുവാണ് കേട്ടോ. അങ്ങനെ അമൃതയുടെ ബോഡി അവിടെ നിന്നും കാണാനില്ല എന്നുള്ള വാർത്ത കേട്ടിട്ട് ചന്ദ്രശേഖരനും ആകെ ഷോക്കാകുവാണ്. അത് ആരെടുത്ത് മാറ്റാനാ? എന്താ സംഭവിക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ചന്ദ്രശേഖരനും ആകെ ടെൻഷനായിട്ട് നിൽക്കുവാണ്. ഈ സമയം സാറയോടും ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. മിക്കവാറും സാറ് തന്നെ ആയിരിക്കുമോ ചന്ദ്രശേഖരനെ കൂടെ നിന്ന് ചതിക്കുന്നത്? സാറയുടെ കെണിയിൽ ചന്ദ്രശേഖർ അകപ്പെട്ടതാണോ ഇത്? അമൃതയുടെ മരണത്തിലൂടെ ചന്ദ്രശേഖരനെ കൊടുക്കാനുള്ള എന്തോ ഒരു സൂത്രം സാർ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും അത് വരാനിരിക്കുന്ന എപ്പിസോഡുകളിലൂടെ തന്നെ കാണാം. പിന്നീട് കാണിക്കുന്നത് ശ്യാമേനെയാണ് കേട്ടോ. ബെഞ്ചമിൻ്റെ കൂട്ടരും കൂടി ശ്യാമ ഏതോ ഒരു സങ്കേതത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ സമയം ശ്യാമയാണെങ്കിൽ തൻ്റെ കൺമുമ്പിൽ വെച്ച് തന്നെ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഏട്ടത്തിൻ്റെ മരണം കണ്ട് ആകെ തകർന്ന് വല്ലാത്തൊരു ഷോക്കിലേക്ക് പോയിരിക്കുവാണ്. ശ്യാമക്കാണെങ്കിൽ ഒരനക്കവും ഇല്ല, ആരോടും മിണ്ടുന്നില്ല. മനസ്സിൻ്റെ സമനിലയൊക്കെ കൈവിട്ട് ഒരു ജീവശവത്തെ പോലെ ഇരിക്കുന്ന ശ്യാമേനെയാണ് കാണാൻ പറ്റുന്നത്. ഈ സമയം ബെഞ്ചമിൻ്റെ ആളുകളാണെങ്കിൽ ശ്യാമയുടെ മുടിയെല്ലാം മുറിച്ച് ശ്യാമയെ തിരിച്ചറിയാനാവാത്ത വിധം ഒരു രൂപത്തിലേക്കാക്കി മാറ്റുവാണ്. അങ്ങനെ ഒരനക്കവും പ്രതികരണവും ഇല്ലാതെ ജീവച്ചവം പോലെ ഇരിക്കുന്ന ശ്യാമേനെയും പ്രമോയിൽ കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രശേഖരൻ്റെ ഓഫീസാണ്. അങ്ങനെ രാധികയും വരുണും ACPക്കും പോലീസുകാർക്കും ഒപ്പം ചന്ദ്രശേഖരൻ്റെ ഓഫീസിലെത്തുന്നുണ്ട്. ഈ സമയം സാറും അവിടെ ഉണ്ടാകും. അങ്ങനെ പോലീസിനെ കാണുന്നതും ചന്ദ്രശേഖരൻ ടെൻഷനോട് കൂടി തന്നെ ഇരിക്കുവാണ്. അപ്പോൾ ഈ ഒരു സീനുകളൊക്കെയാണ് കേട്ടോ ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്